സഹോദരി സഹോദരന്മാർ, നമ്മളിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവിധ ഭരണഘടനയുള്ള നാടാണ് ഇന്ത്യ മഹാരാജ്യം. ഇന്ന് ഇന്ത്യയിലാകമാനം 80ാമത് സ്വാതന്ത്ര്യദിനം ആചരിച്ചു വരികയാണ്. ഈരാറ്റുപേട്ട നഗരസഭാ പരിധിയിൽ നിരവധിയായിട്ടുള്ള സംഘടനകൾ, സ്ഥാപനങ്ങളൊക്കെ രാവിലെ 7 മണി മുതൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളാണ്. ഇവിടെ ടീം എമർജൻസിയുടെയും ടീം റെസ്ക്യൂ ഫോഴ്സിൻ്റെയും ടീം നന്മക്കൂട്ടത്തിൻ്റെയും ഒക്കെ സംഘാടകരും ഭാരവാഹികളും എത്തിയിട്ടുണ്ട്. നഗരസഭയുടെ മുൻ ചെയർമാൻ VM സിറാജിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ നഗരസഭാ കൗൺസിലർമാർ, ജീവനക്കാർ, സമീപത്തുള്ള സഹപ്രവർത്തകർ എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം, വൈവിധ്യമാർന്ന ഒരു സംസ്കാരമുള്ള നാടാണ് ഇന്ത്യ. അങ്ങനെ ഒരു നാട് ഒരുപക്ഷേ ലോകത്ത് എവിടെ പരിശോധിച്ചാലും കാണാൻ കഴിയില്ല. അതായത് നിരവധിയായിട്ടുള്ള മതസ്ഥർ, ജാതി, സംസ്കാരം, വൈവിധ്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിൻ്റേത്. അത് നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിന് ഏറ്റവും പരമപ്രധാനമായ ആവശ്യമാണ്. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിലൂടെ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങൾ, നമ്മുടെ കടമകൾ, കർത്തവ്യങ്ങൾ, ചുമതലകൾ ഇതെല്ലാം നിറവേറ്റി നമുക്ക് പോവേണ്ടതായിട്ടുണ്ട്. ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടത്, ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നു വരുന്നത് നമുക്കറിയാം, നമ്മുടെ പുതിയ തലമുറയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം പകർന്നു നൽകുക എന്നുള്ള മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്തിന് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രമായതിൻ്റെ സാഹചര്യം, അതിൽ സമരം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ജീവൻ ത്യജിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരെയൊക്കെ ഓർമ്മിക്കുന്ന ഒരു വേള കൂടിയാണ് ഈ സ്വാതന്ത്ര്യദിനം.